എന്തുകൊണ്ട് നടക്കത്തില്ല? സിദ്ധു ആ വഴി പിഴച്ചവളെ വിവാഹം കഴിച്ചതുകൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ചോദിച്ച സിദ്ധു ഇന്നൊരു വിവാഹിതനാണ്. അതുപോലെ ഇന്ന് അവരോടൊപ്പം ഈ കുടുംബത്തിൽ കഴിയുന്നുമുണ്ട്. പിന്നെ എങ്ങനെയാ സിദ്ധുവിന് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കുക? അതുമാത്രമല്ല, അന്നമോൾ ഈ ജീവിതത്തിൽ മറ്റൊരു പുരുഷനെ സ്നേഹിക്കില്ല. കാരണം എൻ്റെ കുഞ്ഞ് വിവാഹിതയാണ്. അന്ന വിവാഹിതയോ? എന്നിട്ട് അവളുടെ കഴുത്തിൽ താലിയും സിന്ദൂരവും ഒന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. സത്യൻ അയാളോട് തുറന്നു ചോദിച്ചു. എടോ സത്യ, അതിന് ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് എവിടുന്നാ താലിയും സിന്ദൂരവും ഒക്കെ? പിന്നെ നീ മിന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മോളുടെ കഴുത്തിലുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ കൊണ്ടുവന്ന ആലോചന ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും രണ്ടു കൂട്ടർക്കും നല്ലത്. ഐസക് അത് തുറന്നു പറഞ്ഞു. എടോ, എന്നാലും സത്യൻ എന്തോ പറയാനായി വന്നതും ഐസക് അതിനെ തടഞ്ഞുകൊണ്ട് തുടർന്നു. എൻ്റെ സത്യ, നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ സമയം വെറുതെ പാഴാക്കി കളയാം എന്നതേയുള്ളൂ. അതുമാത്രമല്ല, പെണ്ണെങ്ങനെയാണേലും സിദ്ധു ഇന്നൊരു ഭർത്താവാണ്. അത് മറക്കരുത്. അങ്ങനെ പ്രവർത്തിച്ച അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് സിദ്ധാർത്ഥം മാത്രമായിരിക്കില്ല, അളിയനും കൂടിയായിരിക്കും. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇപ്പോഴത്തെ നിയമമൊക്കെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണികൾക്കൊന്നും അളിയൻ പോകണ്ടെന്നാ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നാൽ ഞാൻ ചെല്ലട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ഐസക് പുറത്തേക്കിറങ്ങിയതും സത്യൻ അയാളെ പിന്നിൽ നിന്ന് വിളിച്ചു. എടോ, എന്താ സത്യ? എടോ, ഞാനിങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത് ആ കുട്ടി, എൻ്റെ ആഗ്രഹം ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ. ശരി, ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഐസക് പോകുമ്പോൾ സത്യൻ്റെ മുഖമിരുണ്ടു. അതിനോടൊപ്പം അയാൾ പറഞ്ഞ വാക്കുകൾ അയാളുടെ മനസ്സിലേക്ക് ഒരു മറയും കൂടാതെ കയറി വന്നു. ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ. എൻ്റെ മകനോടൊപ്പം ജീവിക്കാനാ അന്നയുടെ വിധി. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാളിയാ. ഇനി ഞങ്ങൾക്കുള്ള പ്രതീക്ഷ അന്നയുടെയും നിന്റെ മകൻ്റെയും സ്വത്തുക്കളാ. അത് വെറുതെ കളയാൻ ഞങ്ങളത്ര വിഡ്ഢികളൊന്നുമല്ല. സത്യൻ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ഏട്ടത്തി, നമ്മുടെ പ്ലാൻ പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇന്നിവിടെ ഹാജരാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിശ്വനാഥൻ വരുമ്പോൾ ഇവരുടെയൊക്കെ എക്സ്പ്രഷൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ. അത് ശരിയാ ആദിയേച്ചി, നമുക്ക് സംശയമുള്ള എല്ലാവരും ഇന്നിവിടെ ഉണ്ടാകണം. എബി അത് ഊന്നി പറഞ്ഞപ്പോഴേക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരായി വന്നു കയറാൻ തുടങ്ങി. ഓ, പേടിച്ചതുപോലൊന്നുമില്ല, എല്ലാം വരുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ജാൻസി ആദിയുടെ അരികിലേക്ക് വന്നിരുന്നു. എല്ലാം വരട്ടെ ചേച്ചി, നമുക്കും അതാണല്ലോ ആവശ്യം. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഇരുന്നു. അപ്പോഴാണ് കൊച്ചുവർത്താനങ്ങളൊക്കെയായി സരോജയും വീണയും അവർക്കിടയിലേക്ക് കടന്നു വന്നത്. സാധാരണ രീതിയിലുള്ളൊരു സന്ധി സംഭാഷണമായിരുന്നു ആ സമയം അവർക്കിടയിൽ. എന്നാലും എൻ്റെ ആദിമോളെ, ഇവിടെ മോളോട് ദേഷ്യമുള്ളവർ ആരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്നേഹമുള്ളവരാരും നമ്മളെ ചതിക്കില്ലല്ലോ. സരോജ ആദ്യോടായി പറഞ്ഞതും അതിന് മറുപടി പറയാൻ അവരുടെ സ്വരം ഉയരുന്നതിന് മുൻപേ തന്നെ അവിടെ മറ്റൊരു സ്വരം ഉയർന്നു. സ്നേഹത്തോടെ നിന്ന് കഴുത്തറക്കുന്നവരുമുണ്ട് മാമി, പക്ഷേ അത് നമ്മളറിയാൻ ഒരുപാട് വൈകിയെന്ന് മാത്രം. അത് പറഞ്ഞുകൊണ്ട് പവിത്ര താനിരിക്കുന്ന സീറ്റിലേക്ക് വന്നിരുന്നുകൊണ്ട് തൻ്റെ ജോലി തുടർന്നു. അല്ല പവിത്രേ, നിന്റെ ഏറ്റവും ഇളയ അനിയത്തിക്ക് ഹൃദയത്തിനെന്തോ തകരാറാണെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അവൾക്ക് ജന്മന അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. കാർത്തിയേട്ടൻ്റെ സഹായത്തോടെയാ കുഞ്ഞുമോളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആദിയുടെ നേരെ തിരിഞ്ഞു. ചേച്ചി, ഞാൻ ഇന്നലെ ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ എനിക്ക് ആ ക്ലിനിക്ക് വരെ പോകേണ്ട കാര്യം? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പവി ആദിയോട് ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് മോളെ, നീ സമയം കളയാതെ അവിടെ പോയി ഡോക്ടറിനെ കണ്ടുവാ. ആദ്യം അവള് സ്നേഹത്തോടെ പറഞ്ഞു വിട്ടു. നീ എവിടെ പോവാ പവി? അന്നയുടെ സ്വരം പവിക്ക് നേരെ മുഴങ്ങി. ഓ, അത് പിന്നെ മോളെ, ഇവൾക്ക് അലർജി പ്രശ്നങ്ങളുണ്ട്. മെഡിസിൻ എടുത്തിട്ട് പോലും കൂടിയും കുറഞ്ഞു ഇരിക്കുക. അതുകൊണ്ട് കഴിക്കുന്ന മെഡിസിനൊക്കെ വിട്ടിട്ട് ആയുർവേദമാണ് അവളിപ്പോൾ നോക്കുന്നത്. അതിൻ്റെ മരുന്ന് വാങ്ങാൻ പോകുന്ന കാര്യമാ നമ്മളോട് പറഞ്ഞത്. ഓ അങ്ങനെ, ഹോസ്പിറ്റലിൽ ഇവിടുന്ന് ഒത്തിരി ദൂരെയാണോ പവി? അന്ന അവളോട് തിരക്കി. ഹേയ് ഇല്ലന്ന, ഇവിടുന്ന് കഷ്ടി ഒരു 5 മിനിറ്റ് കാണും. ഞാൻ പെട്ടെന്ന് മെഡിസിൻ വാങ്ങി തിരിച്ചു വരാം. അത്രയും പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ കണ്ടതും സരോജ വീണ്ടും കളി തുടങ്ങി. മോളെ, പറയുന്നതുകൊണ്ടൊന്നും തോന്നല്ലേ, ആ പോയ പെണ്ണിനെ എനിക്ക് നല്ല സംശയമുണ്ട്. അവർ അവളോട് തുറന്നു പറഞ്ഞു. അതെന്താ സരോജിച്ചി അങ്ങനെ ഒരു സംശയം? ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന ജാൻസിയുടെ സ്വരം ഉയർന്നു. ജാൻസി മോളെ,
എനിക്ക് സംശയം തുടങ്ങിയത് ഇന്നോ ഇന്നലെ അല്ല, അത് ദിവസങ്ങളേറെയായി. എന്നിട്ടാണോ ചേച്ചി അതിനെക്കുറിച്ച് എന്നോടൊന്നും പറയാഞ്ഞത്? സംശയം തോന്നിയപ്പോൾ തന്നെ ചേച്ചിക്ക് ഞങ്ങളോട് അതിനെക്കുറിച്ച് പറയാമായിരുന്നു. ആദ്യം അവർക്ക് നേരെ തട്ടിവിട്ടു. അത് പിന്നെ മോളെ, തെളിവുകളൊന്നുമില്ലാതെ ഞാൻ എങ്ങനെയാ നിന്നോട് പറയുന്നേ? ഓ, അപ്പോൾ ആൻറ്റിക്ക് ഇപ്പം പവിത്രയ്ക്കെതിരെ ആവശ്യത്തിനുള്ള തെളിവുകൾ കിട്ടിയോ? അന്ന പുച്ഛത്തോടെ ചോദിച്ചു. ആ, കിട്ടി, സരോജ ആത്മവിശ്വാസത്തോടെ തുടർന്നു. ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് സിറ്റിയിലേക്ക് പോയതാ മോളെ. അവിടെ വെച്ച് ആ പ്രഭാകരൻ ചേട്ടനില്ലേ, സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തി വരുന്ന, അയാളുമായിട്ട് ഇവള് വല്ലാത്ത സംസാരത്തിലായിരുന്നു. ആണോ? എന്നിട്ടെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരു 10-15 മിനിറ്റ് അയാളോട് അവൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഒരു ഓട്ടോയിൽ കയറി അവൾ പോവുകയായിരുന്നു. അതിനെന്താ ഇപ്പോൾ? ഒന്നാമത് നമ്മുടെ പവി അയാളുടെ അയൽവാസിയാണല്ലോ. സിറ്റിയിൽ വെച്ച് അയാളെ കണ്ടപ്പോൾ സംസാരിച്ചതാകാം. സാൻവി തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അവരുടെ നേരെ വ്യക്തമാക്കി. എനിക്കങ്ങനെ തോന്നുന്നില്ല മക്കളെ. നമ്മുടെ ഷോപ്പിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതും മോളെ ഈ കടയിൽ നിർത്തിയതുമൊക്കെ ഈ പെണ്ണ് തന്നെയാണെന്ന് എൻ്റെ ബലമായ സംശയം. അല്ലാതെ ഈ ഷോപ്പിൽ ആർക്കും ആരോടും ദേഷ്യമോ വാശിയോ അങ്ങനെ ഒന്നും തന്നില്ല. അപ്പം പവിത്രയ്ക്ക് ഈ ഷോപ്പിലുള്ളവരോട് വാശിയും ദേഷ്യവും ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നേ? അവർ അവരോട് തുറന്നു തന്നെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ അതിന് പറയാനുള്ള മറുപടി എൻ്റെ പക്കലില്ല. ജാൻസി മോളെ, എന്നാൽ പവിത്രയൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു. എന്നാൽ ഇതേ സമയം സത്യൻ പ്രഭാകരനെ കാണാൻ അവൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതായിരുന്നു. നീ എന്താ സത്യ ഈ വഴിക്ക്, അതും ഈ നേരത്ത്? അവനെ കണ്ടതും പ്രഭാകരൻ അവനോട് തുറന്നു ചോദിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കറിയില്ലേ പ്രഭാകര? ഒരു സമാധാനം ഇല്ലാതെയാ ഞാൻ മുന്നോട്ട് പോന്നേ. സത്യ, നീ ഇങ്ങനെ ടെൻഷനാകുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മൾ ചെയ്തൊക്കെ നമ്മളിൽ തന്നെ ഒതുങ്ങുന്ന കാര്യമാ. അതൊക്കെ എനിക്കറിയാം പ്രഭാകര. പക്ഷെ മേലെടുത്ത വിശ്വനാഥൻ, അയാളെ പറ്റിക്കാൻ നമുക്കാകില്ല. എന്ത് ചെയ്യാനാ? നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയൊരു അടിയായിരുന്നു മേലെടുത്ത വിശ്വനാഥൻ. ഒരിക്കലും ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല സത്യ. എന്ന് കരുതി ഈ വിഷയത്തിൽ നിന്ന് ഭയന്ന് പിന്മാറാനോ ഭയന്നൊളിക്കാനോ എന്നെ കിട്ടില്ല. അങ്ങനെ വേണമെന്നൊന്നും ഞാനും പറയുന്നില്ല പ്രഭാകര. പക്ഷേ വിശ്വനാഥൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അതുകൊണ്ട് തന്നെയാ എനിക്ക് ഭയവും. എടാ, അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടാ സത്യ? നമ്മളോട് ചോദിച്ചിട്ടാണോ അയാൾ കാർത്തിയുടെ കടയിൽ പോയി സാധനം എടുത്തത്? അയാൾ അത് വാങ്ങിയപ്പോൾ ഈ പറയുന്ന നീയും അവിടെ ഉണ്ടായിരുന്നില്ലേ? അത് മാത്രമല്ല, നിനക്ക് ആ ഷോപ്പുമായി ഒരു ബന്ധവുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം അതിൻ്റെ പേരിലുണ്ടായ നിനക്കൊന്നും അറിയില്ല. അതായിരിക്കണം നിന്റെ സ്റ്റാൻഡ്, പ്രഭാകരൻ സത്യനോട് പറഞ്ഞു. എന്നാൽ ഇതേ സമയം മനക്കൽ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു. ആ കാറിൽ നിന്നിറങ്ങുന്ന വ്യക്തികളെ കണ്ട് എബിയും ജാൻസിയും ഒക്കെ പരസ്പരം നോക്കി. എന്നിട്ട് ആരും കാണാതെ ഒരു കുഞ്ഞു പുഞ്ചിരി ജാൻസി എബിക്ക് കൈമാറിയതും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എബി ഒരു പുഞ്ചിരിയോടെ കൂടെ തന്നെ തങ്ങളുടെ കടയിൽ വരുന്നവരുടെ നേരെ തിരിഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. വരുന്നവരെ കണ്ടതും എബി അവരെ വിഷ് ചെയ്തു. അവരുടെ കയ്യിലിരുന്ന പാക്കറ്റ് അവർ ദേഷ്യത്തോടെ എബിയുടെ നേരെ വലിച്ചെറിഞ്ഞു. താനാണോ ഇവിടുത്തെ മുതലാളി? അയാൾ എബിയോട് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അല്ല, ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാ. എന്താ സാർ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അവൻ അവരോട് സൗമ്യമായി തന്നെ ചോദിച്ചു. ഇതേ ചോദ്യം ജാൻസിയും ആവർത്തിച്ചു. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിനു മുമ്പ് എനിക്ക് കാണേണ്ടത് നിങ്ങളുടെ ബോസിനെയാ, അതായത് ഈ ഷോപ്പ് നടത്തുന്ന വ്യക്തിയെ. അത് കേട്ടതും ജാൻസിയും സാൻവിയും ഇടപെട്ടു. സർ, ഇത് ഞങ്ങളുടെ തറവാട് വക സൂപ്പർ മാർക്കറ്റാണ്. ഇത് നോക്കി നടത്തുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. സാറിനി വന്ന കാര്യം ദൈവത്തെ ഓർത്ത് പറഞ്ഞാലും? സാൻവി വളരെ താഴ്മയോടെ തന്നെ അയാളോട് ചോദിച്ചു. ഞാൻ വിശ്വനാഥൻ, ഇതെൻ്റെ ഭാര്യ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. എന്നാൽ വീട്ടിൽ കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായത്. സർ, ഇതെന്തൊക്കെയാ പറയുന്നേ? ഇവിടുന്ന് വാങ്ങിയ സാധനത്തിന് എന്ത് സംഭവിച്ചെന്നാ നിങ്ങളീ പറഞ്ഞു വരുന്നത്? സാൻവിയുടെ ശബ്ദം അവരുടെ നേരെ ഉയർന്നു. എടോ, താൻ ഞങ്ങളുടെ നേരെ കയർക്കാതെ ഞാൻ കൊണ്ടുവന്ന സാധനം ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, വിശ്വൻ ക്രോധത്തോടെ തന്നെ അവരോട് പറഞ്ഞു. അതോടെ ആ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ അവിടെ സാധനം വാങ്ങാൻ വന്നവരുമൊക്കെ അവിടേക്ക് ഒത്തുകൂടി. അതോടെ ആളുകളെല്ലാം പരസ്പരം ഓരോന്ന് പറയാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി. ഇതൊക്കെ സാൻവിയും ജാൻസിയും എബിയും ഒക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം അവിടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ മുഖത്തേക്കും അവർ മാറി മാറി നോക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും അവർക്ക് വേണ്ടപ്പെട്ട ആളെ അവർ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ മൗനമായിരിക്കാൻ മാത്രമേ അവർക്ക് ആ സമയം കഴിയുമായിരുന്നുള്ളൂ. സർ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല.
ഇവിടെ വെക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഡേറ്റ് കൃത്യവുമായിട്ടുള്ള സാധനങ്ങളായിരിക്കും. എന്നാൽ ഇതെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, എബി അവരോട് തുറന്നു പറഞ്ഞു. അപ്പോഴേക്കും ആദിയും അവിടെ എത്തി. എന്താ ജാൻസി ചേച്ചി? ആദി വന്നതും അവിടുത്തെ പ്രശ്നം കണ്ട് ഒന്നും അറിയാത്ത പോലെ അവൾ അവരോട് ചോദിച്ചു. അത് കേട്ടതും വിശ്വന്റെ സഹധർമ്മിയുടെ സ്വരം അവിടെ ഉയർന്നു. കൊച്ചെ, കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. ഞാനും എൻ്റെ ഈ നിൽക്കുന്ന ഭർത്താവും ഒരുമിച്ചാണ് ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്. ഓക്കെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? ആദി സൗമ്യമായി തന്നെ അവരോട് ചോദിച്ചു. കുട്ടി, ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയ പാൽപ്പൊടി അതുപോലെ ഓട്സ് ഒക്കെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ്. പക്ഷെ സത്യത്തിൽ ഞാനിതൊക്കെ ഡേറ്റ് നോക്കി എടുത്ത സാധനങ്ങളുമായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിലെത്തിയപ്പോൾ എങ്ങനെയാണ് മാറുന്നത്? അത് കഴിച്ച് ഏട്ടന് വയറിന് സുഖമില്ലാത്ത അവസ്ഥ വരെ ഉണ്ടായി കൊച്ചേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതിൻ്റെ സമാധാനം അറിഞ്ഞേ തീരൂ. ഇല്ലെങ്കിൽ ഈ കടയിലെ ഓരോ സ്റ്റാഫുകളെയും ഞാൻ കോടതി കയറ്റും. അയ്യോ സാറേ, ഞങ്ങൾക്കിതൊന്നും അറിയാൻ പാടില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന സരോജ വലിയ വായിൽ കരയാൻ തുടങ്ങി. അത് കേട്ടതും ഡ്രാമയുടെ രണ്ടാം ഭാഗം എന്ന പോലെ അവരുടെ മുൻപിലേക്ക് കയറി നിന്നു. ദേ മാഡം, സത്യമായിട്ടും ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. പിന്നെ മാഡം തന്നെ പറയുന്നുണ്ട് കൃത്യമായ ഡേറ്റോടു കൂടിയ സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്തതെന്ന്. പിന്നെ അതെങ്ങനെ ഇങ്ങനെയായെന്നുള്ളത് ഞങ്ങൾക്കും യാതൊരു അറിവുമില്ല. അതെ സാറേ, ബില്ലടിച്ചത് ഞാനാ. ആ സമയം ഞാനും എല്ലാം ചെക്ക് ചെയ്തിരുന്നു. അല്ലേ സരോജമ്മേ? നിങ്ങളല്ലേ പാക്കിംഗ് സെക്ഷനിൽ നിന്നത്? അപ്പോൾ സാധനങ്ങൾ നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്തിരുന്നില്ലേ? പവി ഒന്നും അറിയാത്ത പോലെ അവരോട് ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേട്ടതും എന്തും മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം അവർ അവിടെ നിന്ന് വിയർത്തുപോയി. അതിൽ നിന്നും അവർക്കേറെക്കുറെ ആളിനെ പിടികിട്ടിയെങ്കിലും പ്രശ്നം രൂക്ഷമാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. കാരണം ഇതിൻ്റെ പിന്നിൽ സരോജയും കൂട്ടരുമാണെന്ന് വിശ്വനാഥനും ആ സമയം കൊണ്ട് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കളം ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തോടെ തന്നെ അയാൾ ആദിയുടെ നേരെ തിരിഞ്ഞു. ദേ പെങ്കൊച്ചേ, നീയും നിന്റെ കൂട്ടരും ചതിക്കാൻ നോക്കിയത് മേലേടത്തെ വിശ്വനാഥനെയാ. നീയും നിന്റെ കൂട്ടരും കാരണം ഞാൻ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ വില നിങ്ങളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ കുറച്ച് പടങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നും ഇറങ്ങി. വിശ്വനാഥൻ അവിടെ നിന്ന് പോയതും ജാൻസിയും എബിയും ആദിയും സാൻവിയും മറ്റും നല്ല ടെൻഷനുള്ളതുപോലെ അഭിനയിക്കാൻ തുടങ്ങി. മോളെ ആദി, ഈ പ്രശ്നം നമ്മുടെ കൈകളിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, ആ കാർത്തിയെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ നോക്ക്. എനിക്ക് പേടിയാ ജാൻസി ചേച്ചി, വീണ്ടും നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ ഒരു ചതി നടന്നെന്നറിഞ്ഞാൽ ഏട്ടൻ ഇനി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഷോപ്പിലുള്ള നമ്മുടെ പാവം സ്റ്റാഫുകളെ പോലും ഏട്ടൻ സംശയിക്കും. ചേട്ടൻ്റെ കാര്യം പോട്ടെന്ന് വയ്ക്കാം, വിശ്വനാഥൻ സാർ പക്കാ ക്രിമിനലാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എൻ്റെ ആദിയേച്ചി, പണ്ടത്തെ പോലെ ഇയാളെ പണം കൊടുത്ത് ഒതുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതൊക്കെ ചെയ്തു കൂട്ടിയവർ ഇനിയുള്ള ശിഷ്ടകാലം ജയിലിലായിരിക്കും. എബി സരോജയും കൂട്ടരെയും കൊള്ളിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയം അന്നയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ആരാ മോളെ ഈ നേരത്ത്? ആദ്യം അവളോട് ചോദിച്ചതും അവൾ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് ഒന്ന് നോക്കി. അത് രാധുമ്മയാ ചേച്ചി. എൻ്റെ അമ്മയ്ക്കില്ലാത്ത സ്നേഹ എൻ്റെ രാധുമ്മയ്ക്ക്. എല്ലാം എൻ്റെ ഭാഗ്യം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ആ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ആ ഷോപ്പിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും രാധയെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ദൗത്യം. അത് വിജയകരമായി അവൾ പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഫോൺ സംഭാഷണം കഴിഞ്ഞതും അവിടെയുള്ള സ്റ്റാഫുകളെ കാണിക്കാനായി സാൻവി അന്നയെ വെറുതെ ഇട്ട് ചൊറിയാൻ തുടങ്ങി. ഞങ്ങളുടെ ഷോപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്തിനാ അവരെ വിളിച്ച് പറയുന്നേ? അതിന് മാത്രം എന്ത് ബന്ധമാ നിനക്ക് അവർ തമ്മിലുള്ളത്? എനിക്ക് അവരും തമ്മിലുള്ള ബന്ധമൊന്നും ചേച്ചി അന്വേഷിക്കാൻ വരണ്ട. പിന്നെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരൊന്നും അധികകാലം ഇവിടെ നിന്നു പോകില്ല. സത്യത്തിൽ അവരുടെ കുഴി വെട്ടിയത് അവർ തന്നെയാ. ഇവിടെ ആരും ആരെയും ചതിച്ചിട്ടില്ല. അന്ന, എബി അവിടെയുള്ള സ്റ്റാഫുകൾ കേൾക്കാനായി അന്നയോട് ചൂടായതും അന്ന ഫോമിലായി. മനക്കൽ അരുന്ധതിയുടെ മകളായി എന്നോട് സംസാരിക്കാൻ മാത്രം താൻ വളർന്നോ? താൻ ഇവരുടെ വെറും ഒരു ജോലിക്കാരൻ മാത്രമാ, അല്ലാതെ മേലധികാരിയൊന്നും അല്ല. അവളത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ആദിയുടെ കൈവിരലുകൾ അന്നയൊന്ന് തൊട്ട് തലോടി. നിങ്ങൾ എന്നെ അടിച്ചു അല്ലേ? വിടില്ലേ അന്ന ഒന്നിനെയും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ചാടിത്തുള്ളി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ പോകുന്നത് കണ്ടതും ആദി എബിയുടെ നേരെ കണ്ണ് കാണിച്ചു. അത് കണ്ടതും അവനും അവിടെ നിന്നും ചാടി പുറത്തേക്കിറങ്ങി. ഈശ്വരാ, ഈ കുട്ടികളിത് എന്ത് ഭാവിച്ചാ? ജാൻസി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കേൾക്കാനായി പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ചെയറിലേക്കിരുന്നു. അല്പനേരത്തിന് ശേഷം, ഇന്നിനെ ആരും ഇവിടെ നിൽക്കണമെന്നില്ല, സാൻവി അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളോടായി പറഞ്ഞതും സരോജയ്ക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു.
അവർ വീണയും തൻ്റെ കൂട്ടുകാളെയും വിളിച്ചുകൊണ്ട് ആ നിമിഷം തന്നെ അവിടെ നിന്നും ഇറങ്ങി. അവർ പോകുന്നത് ആ പ്രഭാകരനെ കാണാനായിരിക്കും. അവരുടെ ആ പോക്ക് കണ്ട് സാൻവി അവരോട് തുറന്നു പറഞ്ഞു. അതിന് തന്നെയാ ചാൻസ്. എന്തായാലും പുറത്ത് അന്നയും എബിയും ഉണ്ടല്ലോ. അങ്ങനെ കുറച്ചു നേരം അവർ ഓരോന്നും പറഞ്ഞിരുന്നു. ഈ സമയം പുറത്ത് നല്ല വേദനയുണ്ടോ കൊച്ചേ? അന്ന കവളിൽ തൂക്കുന്നത് കണ്ടതും എബിയുടെ സ്വരം ഉയർന്നു. ഏയ് ഇല്ലിച്ചായ, കൈ വിടർത്തി കവളിലൊന്ന് തന്ന നല്ല രസാ. ആ രസം ഒരു തവണ അനുഭവിച്ചാ നമ്മുടെ കൂടെയുള്ളവർക്കും പകർത്തി കൊടുക്കണമെന്ന് തോന്നും. എന്താ നിങ്ങൾക്കും വേണോ? അവൾ അവനോട് ഗൗരവത്തോടെ ചോദിച്ചു. എടി പെണ്ണെ, ഈ സീൻ നമ്മുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. നിന്റെ നിർബന്ധം കൊണ്ട് മാത്രാ ഈ സീൻ ഇതുപോലെ മാറ്റി എഴുതിയത്. എന്നിട്ടിപ്പോൾ അത് പറഞ്ഞിരുന്ന് മോങ്ങുന്നോ? അതും പറഞ്ഞ് അവൻ അവളെ കളിയാക്കി. അതിന് ഞാൻ മോങ്ങിന്ന് നിങ്ങളോടാരാ പറഞ്ഞേ? അതിന് ഞാനൊന്നും കൂടെ ജനിക്കണം. അവൾ അവനെ പുച്ഛിച്ചു. ഓ അങ്ങനെ. എന്തായാലും കൊള്ളാം. സ്ക്രിപ്റ്റ് തിരുത്തി അതിൽ നിന്നൊരു അടി വാങ്ങി നീ എടുത്തില്ലേ? അപ്പോൾ നീ ചില്ലറക്കാരിയൊന്നുമല്ല. അവൻ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവളതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ മറ്റാരെയോ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അല്ലെന്ന കൊച്ചേ, നിന്റെ പ്ലാൻ അനുസരിച്ചാണേ നമ്മളെ ചതിച്ചവർ പുറത്തേക്ക് വരേണ്ടതല്ലേ? അല്ല, നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഏതാണ്ട് 10-15 മിനിറ്റ് കഴിഞ്ഞില്ലേ? എന്നിട്ടാരെയും കാണുന്നില്ലല്ലോ. അവർ വരും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇച്ചായൻ അതിൻ്റെ പേര് ചൊറിയാൻ നിൽക്കണ്ട. ഓ ശരി. അങ്ങനെ അവർ ഇരുന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരോജയും വീണയും സന്ധ്യയും കൂടി ധൃതി പിടിച്ചു പോകുന്നത് കണ്ടത്. അതോടെ അന്നയുടെ മുഖം തെളിഞ്ഞു. ആ തെളിഞ്ഞ മുഖത്തോടെ അവൾ തൻ്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് നോക്കി. അല്ലെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ കുരുട്ടുബുദ്ധിക്ക് മുൻപിൽ ഞാനൊന്നുമല്ല. അവൻ അവളുടെ ഭാവം കണ്ട് അവൾക്കിട്ട് ചൊറിഞ്ഞു. ദേ മനുഷ്യ, നല്ലത് ചെയ്താലും നിങ്ങളത് സമ്മതിക്കരുത്. അവൾ അവനോട് മുഖം കറുപ്പിച്ചതും അവൻ അവളെ സ്നേഹത്തോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എൻ്റെ പെണ്ണെ, ഇച്ചായൻ വെറുതെ പറഞ്ഞതല്ലേ. അതിനിങ്ങനെയൊക്കെ മുഖം കറുപ്പിക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒന്നും രണ്ടും കൊച്ചു വർത്താനങ്ങളൊക്കെയായി അവർ അങ്ങനെ അല്പനേരം നിന്നു. ദേ ഇച്ചായ, പെട്ടെന്നെന്തോ കണ്ടതും അന്ന അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ വെപ്രാളത്തോടെ വിളിച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും എന്നാലും ആ ഡാഷ് മക്കളിത് എങ്ങോട്ടാ പോയേ? സരോജയുടെ പിന്നാലെ കൂടി അന്നയും എബിയും പരസ്പരം ചോദിച്ചു. ആർക്കറിയാം, ആ പ്രഭാകരനെ കാണാനായിരിക്കും. എന്തായാലും അവർ പോകുന്നത് നമ്മുടെ എതിരാളിയുടെ അടുത്ത് തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇച്ചായൻ ആദ്യേച്ച് വിളിച്ച് പറഞ്ഞേക്ക്. അങ്ങനെയാണെങ്കിൽ എന്തേലും ഐഡിയ അവരും നമുക്ക് തരാതിരിക്കില്ല. അത് നല്ല കാര്യമാ കൊച്ചേ. ഞാൻ ചേച്ചിപ്പെണ്ണെ ഒന്ന് വിളിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ സ്പീക്കറിലിട്ട് വിളിക്കാൻ തുടങ്ങി. അല്പനേരത്തിന് ശേഷം, ദേ ഇച്ചായ, അത് വല്യച്ഛനല്ലേ, സാൻവിച്ചിയുടെ അച്ഛൻ? പെട്ടെന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ കണ്ടതും അന്നയുടെ സ്വരം ഉയർന്നു. അതെ, ഇതവർ തന്നെയാ കൊച്ചേ. ആ കൂടെ നിൽക്കുന്ന വ്യക്തിയാ മിസ്റ്റർ പ്രഭാകരൻ. അയാളാണോ ഈ വേട്ടാവളിയൻ? ഞാൻ ഓർത്തു ഏതോ വലിയ ആളാണെന്ന്. ഇത് കണ്ട ഒരു കോമഡി പീസ് പോലെ തോന്നുമല്ലോ. കണ്ടാൽ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. പെണ്ണേ, ആള് പക്ക ക്രിമിനലാ. എന്നാലും ഈ പെണ്ണുങ്ങളൊക്കെ ഇതെന്ത് ഭാവിച്ച ഇച്ചായ? ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ? എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ വിധി. ഈ പ്രശ്നം ഏറ്റവും വഷളാകുമ്പോൾ കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഈ കാണുന്ന 3 പേരായിരിക്കും കൊച്ചേ. കേവലം കുറച്ച് പണത്തിൻ്റെ പേരിൽ നമ്മളെ ചതിക്കാൻ തോന്നിയ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് ഇവർ വല്ലാതെ വേദനിക്കും. അന്ന് ഇവരെ കേൾക്കാനോ ഇവരെ സഹായിക്കാനോ ആരും ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടവർ സരോജയും കൂട്ടരെയും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇച്ചായ, ഇതൊക്കെ ഇവരാ ചെയ്തതെന്ന് ഈ വീഡിയോ എടുക്കുന്നതിലൂടെ മനസ്സിലാവും. എന്നാൽ ഇവരെന്താ സംസാരിച്ചതെന്നുള്ള കാര്യത്തിൽ അപ്പോഴും നമുക്കെല്ലാവർക്കും ഇടയിൽ ഒരു സംശയം നിഴലിക്കും. അത് ശരിയാണല്ലോ കൊച്ചേ. സത്യം ഇതാണെന്ന് കണ്ടാലും അതല്ലെന്ന് വാദിക്കാൻ ഒരുപാട് പേർ നമ്മുടെ തറവാട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്ന വോയിസും കൂടി എങ്ങനെയും എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടാവുള്ളൂ. എന്നാൽ ഇതേ സമയം പ്രഭാകരനും സത്യനും സരോജയും കൂട്ടുകാരും സംസാരിക്കുകയാണ്. എന്നാൽ സത്യൻ്റെ മിഴികൾ സരോജയോടൊപ്പം നിൽക്കുന്ന വീണയിലേക്കും. അതാരും ശ്രദ്ധിച്ചില്ലെങ്കിലും അന്നയുടെ മിഴികളത് ഒപ്പിയെടുത്തു. എന്നാലും ഇയാളിത് എന്ത് സാധന? അയാളുടെ മോളുടെ പ്രായമുണ്ടോ ആ പെണ്ണിന്? അന്ന മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴാണ് അന്നയുടെ നോട്ടം പോയ ഭാഗത്തേക്ക് എബിനും നോക്കിയത്. എൻ്റെ പൊന്നു കൊച്ചേ, അയാൾ അങ്ങനൊരു ജന്മമായിപ്പോയി. എന്ത് ചെയ്യാനാ? സത്യത്തിൽ ആ ചെറ്റയ്ക്ക് നിന്നെയും ഒരു നോട്ടമുണ്ട്. അതിനുള്ളത് ഞാൻ കൊടുത്തിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. എൻ്റെ ചായ, നമ്മൾ ആരാണെന്ന് അറിയുമ്പോൾ തന്നെ ആ നാറിയുടെ കാറ്റ് പോകും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരു പണിയും അതിനായി കൊടുക്കേണ്ട കാര്യമില്ല. സംഭവം എന്താണെങ്കിലും എൻ്റെ പെണ്ണിനെ നോക്കി അവൻ്റെ ആ കണ്ണുകൾ ഞാൻ ചൂഴ്ന്നെടുക്കും. അതിലൊരു സംശയം നിനക്ക് വേണ്ട. എബിൻ്റെ മുഖം ചുവന്നു. എൻ്റെ ഇച്ചായ, നിങ്ങളിനെ കുണുകുണ പറയാതെ ഇങ്ങോട്ട് വന്നേ. അവർ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അന്ന എബിനെ കൂട്ടി അവർ നിൽക്കുന്നിടത്തേക്ക് നടന്നെടുത്തു.
ഇതേ സമയം പ്രഭാകരൻ മുതലാളിയും സത്യനും തമ്മിൽ പൊരിഞ്ഞ സംഭാഷണത്തിലായിരുന്നു. നോക്ക് സരോജ, ഇതൊന്നും ഒരു പ്രശ്നമായി ആരും കാണണ്ട. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ ഒന്നും ഉണ്ടായില്ല. അത് സാറിന് പറയാം. സാറ് പറഞ്ഞിട്ടാ ആദിക്കുഞ്ഞിനെയും കാർത്തിമോനെയും ഞങ്ങൾ ചതിച്ചത്. ഇതൊക്കെ അവരറിഞ്ഞ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് സാറും സത്യൻ സാറും ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ ഞങ്ങൾ എന്തിനു ചിന്തിക്കണം സരോജെ? നീ ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലം ഇതിനോടകം തന്നെ ഞങ്ങൾ തന്നു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റില്ല പ്രഭാകരൻ സാറേ. കാരണം ഒരു സാഹചര്യം വന്നാൽ സാറ് ഞങ്ങളെ സഹായിക്കാമെന്ന് മുന്നേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. സരോജ അയാളെ ഓർമ്മിപ്പിച്ചു. അതിന് സഹായിക്കയില്ല എന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ സരോജെ. ആ മോഹൻ്റെ മകളുടെ കേസ് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ആ കേസിൽ ഞങ്ങളെ സഹായിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുവരെ ഞങ്ങളെ കൊണ്ടുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ, അവൻ അവരോട് ചോദിച്ചു. അതൊന്നും ഇല്ല. എന്നാലും ആകെ ഒരു ടെൻഷനാ സാറേ. എൻ്റെ സരോ, ആ മോഹൻ്റെ മകൾ മേയെ ഹോസ്പിറ്റൽ കയറ്റിയത് നമ്മൾ തന്നെയല്ലേ? എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതൊന്നുമില്ല സാറേ. എങ്കിലും മേലെടുത്ത വിശ്വനാഥനെ കുറിച്ച് ഒത്തിരി കേട്ടുണ്ട്. അയാളിതിൻ്റെ സത്യാവസ്ഥ തേടി പോകുമോ എന്താ എൻ്റെ പേടി. അങ്ങനെ തേടിപ്പോയാലും നീയും മഹിമയും വീണയുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഒറ്റ മനുഷ്യരും തിരിച്ചറിയില്ല. ഇനി ആർക്കെങ്കിലും അതേപ്പറ്റി എന്തെങ്കിലും സംശയം വന്നാൽ ആ ബില്ലിംഗ് സെക്ഷനിലിരിക്കുന്ന പെണ്ണിൻ്റെ തലയിലേക്കിടാനും എനിക്കറിയാം. പ്രഭാകരൻ അവരോട് സൂചിപ്പിച്ചുകൊണ്ട് തുടർന്നു. എന്തായാലും നിങ്ങൾ ചെല്ല്. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. അതെ ചേച്ചി, പ്രഭാകരൻ സാർ പറഞ്ഞത് ശരിയാ. മഹിമയും അതിനോട് അനുകൂലിച്ചതും വേറെ നിവർത്തിയില്ലാതെ അവർ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവർ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടും സത്യൻ്റെ മിഴികൾ ആ പെണ്ണിൻ്റെ നേരെയായിരുന്നു. അയാളുടെ കണ്ണിലെ തിളക്കവും അയാളുടെ ആ സമയത്തെ രീതികളുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അന്നയും എബിനും അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അതാണ് അയാളുടെ മനസ്സിലിരിപ്പ്. അവരുടെ സംസാരം കേട്ടതും എബിൻ ആകെ ചൊറിഞ്ഞു കയറി. അയാളുടെ ഒടുക്കത്തെ ആഗ്രഹമാണ് അന്ന. ഇതോടെ ഇവൻ്റെയൊക്കെ അവസാനമാണ്. അത് വേണോ ഇച്ചായ? ഈ കാര്യത്തിൽ ഞാനിന്ന് നിങ്ങളുടെ കൂടെയാ. ഒരു കുഞ്ഞിനെ വെച്ച് പണത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. അതുപോലെ പണത്തിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ ജീവിതം വെച്ച് കളിച്ച അതിൻ്റെ അച്ഛനെയും അമ്മയും ഒരു പാഠം പഠിപ്പിക്കണം. അതുപോലെ ഇതിനെ ഒത്താശ വെച്ച ആ വക്കീലിനെയും. അവൾ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരും കാണാതെ അവരുടെ കാറിനടുത്തിലേക്ക് നടന്നു. ഇതേ സമയം ഷോപ്പിൽ. അല്ല ചേച്ചി പെണ്ണെ, എന്തേലും നടക്കുമോ? പവിത്ര സ്നേഹത്തോടെ അവരോട് ചോദിച്ചു. നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കാനാ സാധ്യത കൂടുതൽ. എന്തൊക്കെ പറഞ്ഞാലും സരോജയും കൂട്ടുമാണ് നമുക്കിടയിൽ കളിച്ചതെങ്കിൽ അത് അന്നമോൾ പറഞ്ഞ പ്രകാരം അവരുടെ കള്ളക്കളി ഇന്ന് പൊളിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ജാൻസി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അതവർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ജാൻസിയേച്ചി. മേലെടുത്ത് വിശ്വനാഥൻ സാർ വന്നപ്പോൾ അവരൊക്കെ നിന്ന് പതുങ്ങുന്നത് ഞാനും കണ്ടതാ. അതിവൾ പറഞ്ഞത് ശരിയാ, ഞാനും അത് കണ്ടതാ. സാൻവിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരോട് തുടർന്നു. ആ കള്ളികളുടെ മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കള്ളം പിടിക്കപ്പെട്ടതിൻ്റെ ടെൻഷൻ. എന്നാലും ഇവർക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി? നമ്മൾ അവരെയൊക്കെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ ആയിരുന്നില്ലേ കണ്ടത്? ആദ്യേറെ വേദനയോടെ ചോദിച്ചു. അവിടെയാ നിങ്ങൾക്കൊക്കെ തെറ്റിയത്. ജോലിക്ക് വരുന്നവരെ നിങ്ങൾ സ്വന്തക്കാരെ പോലെ സ്നേഹിച്ചു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരു മറ പോലും കാണിക്കാൻ നിങ്ങൾ ചെയ്തു കൊടുത്തു. ഒടുവിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു പണിയും. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്. അവരായി തന്ന പണി അവർക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന സാൻവിയുടെ സ്വരമുയർന്നു. അതെ, അത് സാനു പറഞ്ഞത് ശരിയാ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിയാന്ന് കേട്ടില്ലേ? അതാണ് ഇവിടെയും വേണ്ടത്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അവിടേക്ക് വന്ന എബിൻ്റെ സ്വരമുയർന്നത്. എല്ലാവരുടെയും നോട്ടം അവനിലേക്കായി. എന്താ മോനെ, പോയ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയല്ലേ? അവനെ കണ്ടതും ജാൻസിയുടെ സ്വരം ഉയർന്നു. അതെ ജാൻസിയേച്ചി, എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാ. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രഭാകരനും ഇവളുടെ അച്ഛനുമാ. എബിൻ അവിടെ കണ്ട കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞു. അതോടൊപ്പം തന്നെ അവരെടുത്ത വീഡിയോസും അവർ ആദിക്കും കൂട്ടർക്കും നേരെ കാട്ടിക്കൊടുത്തു. എന്നാലും എൻ്റെ അച്ഛൻ ഇത് എന്ത് ഭാവിച്ച ആദിയേച്ചി? ഒരു സമാധാനവും അയാൾ നമുക്ക് തരില്ല. എൻ്റെ കാർത്തിയേട്ടൻ്റെ ജീവിതം പോലും അയാൾ തകർത്തു. ഇപ്പം എൻ്റെ ഏട്ടത്തിയുടെ ജീവിതവും സമാധാനം ഇല്ലാതാക്കാൻ നോക്കുക. അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. എൻ്റെ സാനു, നീ അതോർത്ത് ടെൻഷനാണ്ട. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് കേട്ടില്ലേ? ഇവിടെ നിൻ്റെ അച്ഛൻ്റെ അവസ്ഥയും ഇനി അതാകും. അതുപോലെ അയാൾ ഓരോന്ന് ചെയ്തു കൂട്ടിയിരിക്കുന്നേ. എബിൻ അവരോടായി തുറന്നു പറഞ്ഞു. അതെ സാനുമോളെ, എബി പറഞ്ഞത് അതിൻ്റെ ശരി. നിൻ്റെ അച്ഛൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അനുഭവിക്കട്ടെ ജാൻസിയേച്ചി, അതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. അതുപോലത്തെ കാര്യങ്ങളാ അയാൾ എൻ്റെ ഏട്ടനോടും ഏട്ടത്തിയോടും ഞങ്ങളുടെ കുടുംബത്തിനോടും ചെയ്തത്. പിന്നെ ജാൻസിയേച്ചിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കാൻ കാരണം അയാളും അയാളുടെ മകൻ്റെ വൃത്തികെട്ട സ്വഭാവവുമാണ്. സാനു പഴയ കാര്യങ്ങളോർത്ത് ജാൻസിയോടായി പറഞ്ഞതും അവൾ കൂടുതലൊന്നും ചിന്തിക്കാതെ മൗനം പൂണ്ടു.
എൻ്റെ സാനു, അതൊക്കെ വിട്ടിട്ടിനി മുന്നോട്ടെങ്ങനെ, അത് മാത്രം പറ. എബിൻ്റെ ശബ്ദം അവരുടെ നേരെ. അത് നമുക്ക് വിശ്വനാഥൻ മുതലാളിയും കൂടെ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാൻ പിള്ളാരെ. അതെന്തിനാ? ഈ വീഡിയോ ക്ലിപ്പ് വരെ അവരെ പൂട്ടാൻ നമുക്ക് സാധിക്കില്ലേ? ജാൻസേച്ചി എബിൻ തീർത്തും സംശയത്തോടെ ചോദിച്ചു. അങ്ങനെ തീർക്കേണ്ട ഒരു കാര്യമല്ലിത്. നമുക്ക് തെളിയിക്കേണ്ടത് വിശ്വനാഥൻ മുതലാളിയുടെ കേസ് മാത്രമല്ല, ആ മിയ എന്ന പെൺകുട്ടിയുടെ കേസും നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചിട്ടാണ് അവൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിപ്പോൾ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ശരി. ജാൻസി ആദ്യോടും മറ്റുള്ളവരുമായി തുറന്നു പറഞ്ഞതും അവർ അതിനോട് അനുകൂലിച്ചു. ഈ സമയം സത്യൻ പ്രഭാകരനോട് സംസാരിക്കുകയാണ്. തനിക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് സത്യൻ പ്രഭാകരനോട് ചോദിച്ചു. എടാ, നീ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല സത്യ, നീ ധൈര്യമായിട്ടിരിക്കുക. അയാൾ അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. എടോ, ഞാൻ എങ്ങനെ സമാധാനമേ ഇരിക്കണമെന്നാ താനീ പറഞ്ഞു വരുന്നേ? ഈ പെണ്ണുങ്ങളെ വെച്ച് ഈ കണ്ട പരിപാടികൾ പ്ലാൻ ചെയ്ത് ഞാനാണെന്ന് അറിഞ്ഞ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് എൻ്റെ തല പുകയുകയാണെന്ന് തനിക്കറിയാവോ? എടാ സത്യ, എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നം വഷളാകാനൊന്നും പോകുന്നില്ല. ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഈ മേലെടുത്ത വിശ്വനാഥനെ നമ്മൾ പോയി കാണും. അതിനയാൾ നമ്മുടെ വരവും കാത്ത് നിൽക്കുകയല്ലേ പ്രഭാകര? അയാൾ അല്പം പരിഹാസത്തോടെ അവനോട് പറഞ്ഞതും അത് കേട്ട് സത്യൻ തല കുലുക്കിക്കൊണ്ട് തുടർന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ. ഇനി അതെന്ത് വില കൊടുത്താലും ശരി. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവരവരുടെ സമയം മുൻപോട്ട് നീക്കി. ഇതിനിടയിൽ മേലെടുത്ത് വിശ്വനാഥനെ വിളിച്ച് അപ്ഡേറ്റ് അറിയിക്കാൻ ജാൻസിയും മറന്നിരുന്നില്ല. പിന്നീട് ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ഇതിനിടെ സത്യനെയും പ്രഭാകരനെയും പൂട്ടാൻ വേണ്ട കാര്യങ്ങൾ നോക്കിയാണ് ആദിയും എബിനും. അതോടെ സത്യൻ്റെയൊക്കെ കഷ്ടകാലവും തുടങ്ങി. അങ്ങനെ ഊണും ഉറക്കവുമില്ലാതെ സത്യൻ ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ തലയൂരാൻ കഴിയും എന്നുള്ള ചിന്തയിലായിരുന്നു. പിന്നീട് ഇതിന് പിന്നിൽ താനാണെന്ന് കുടുംബത്തിലുള്ളവർ അറിഞ്ഞ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പേരിലുണ്ടാകുന്ന കോലാഹലങ്ങളുമായിരുന്നു അയാളുടെ മനസ്സ് നിറയെ. അങ്ങനെ പതിവ് പോലെ കാലത്ത് ഓരോന്നാലോചിച്ച് അയാൾ ഈ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോഴാണ് രാധിക ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. നിങ്ങൾ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും അറിയുന്നുണ്ടോ മനുഷ്യ? അതെന്താ രാധു നീ അങ്ങനെ ചോദിച്ചത്? പിന്നെ എങ്ങനെയാ ചോദിക്കേണ്ടത്? ഏത് സമയവും എന്തേലുമൊക്കെ ആലോചിച്ച് ഒറ്റ ഇരിപ്പല്ലേ നിങ്ങൾ? സത്യം പറ, എന്തേലും പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടോ? രാധിക അയാളോടെ തിരക്കിയതും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് സാവിത്രിയും അയാൾക്ക് മുന്നിലെത്തി. അത് ഏട്ടത്തി പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പൊ സത്യേട്ടന് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ശ്രദ്ധയില്ല. എപ്പോഴും ഓരോ ചിന്തകളാ. അങ്ങനെ ഒന്നുമില്ല സാവി. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ പ്രശ്നങ്ങൾ കൂടി വരികയല്ലേ മോളെ. എങ്ങനെ ഇതിനൊക്കെ പരിഹാരം കാണും എന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു നിശ്ചയമില്ല. അയാൾ ആ സമയത്ത് തൻ്റെ വായിൽ വന്നൊരു കള്ളത്തരം അവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. എൻ്റെ ഏട്ടാ, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ പെരുകി വരുന്ന കടബാധ്യതയല്ലേ? അതോർത്ത് നിങ്ങൾ ഇനി ഒരു ടെൻഷനും അടിക്കണ്ട. എല്ലാം ശരിയായി തന്നെ നടക്കാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് വഴി? അയാൾ അവളോട് ചോദിച്ചു. ഇവിടെ ഈ തറവാട്ടിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അതെങ്കിലും നിങ്ങൾക്കറിയാമോ? എന്ത് പ്രശ്നം? നീ എന്താ കാര്യം എന്നുള്ളത് തെളിച്ച് പറയണ്ട രാധു. ഏട്ടാ, ഈ നാട്ടിലെ ഒരു വരത്തൻ മുതലാളിയില്ലേ, ആ മേലെടുത്ത വിശ്വനാഥൻ? കേട്ടിട്ടുണ്ട്. അയാൾക്ക് എന്ത് പറ്റി? അല്ല, അയാളും ഈ കുടുംബവും തമ്മിൽ എന്ത് ബന്ധം? എൻ്റെ മനുഷ്യ, ഞാനൊന്ന് പറയട്ടെ. ഈ പറയുന്ന മേലെടുത്ത വിശ്വനാഥൻ തൻ്റെ ഭാര്യയുമൊത്ത് വന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിരുന്നു. അന്നൊരു കൊച്ചിന് ഭക്ഷ്യവിഷബാധ ഏറ്റുന്നില്ലേ, അതുപോലെ തന്നെ ഈ പറയുന്ന മേലെടുത്ത വിശ്വനാഥനും അയാളുടെ ഭാര്യയ്ക്കും സംഭവിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിൻ്റെ പേരിൽ ആദ്യം നമ്മുടെ പുന്നാരമോളും ഒക്കെ നെട്ടോട്ടത്തിലാ. അതെന്തായാലും കേസ് പോലെ കഴിഞ്ഞ കേസ് പോലെ അത്ര എളുപ്പത്തിൽ ആദിക്കും കൂട്ടർക്കും ഈ കേസ് ഒതുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് കേസാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. സത്യേട്ടാ, സാവിയും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. അതോടെ സത്യൻ എന്തെന്നില്ലാത്ത ടെൻഷനും. എന്നാൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് എബിയും കൂട്ടരും. കണ്ടില്ലേ സാനുക്കൊച്ചേ, നിന്റെ തന്ത വെട്ടി വിയർക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ആ നാറിക്കെന്തെങ്കിലും കൂസലുണ്ടോ? അവൻ അവളോട് പുച്ഛത്തോടെ ചോദിച്ചു. എന്ത് ചെയ്യാനായി ബിച്ചായ, അയാൾ അങ്ങനെ ഒരു ജന്മമായിപ്പോയി. സത്യം പറഞ്ഞ ആ സിദ്ധു ഇങ്ങനെ ആകാൻ തന്നെ കാരണം ഇയാളാ. തന്തേ കണ്ടല്ലേ മക്കൾ വളരുന്നേ. അല്ല, ഇനിയെന്താ നിങ്ങളുടെ പ്ലാൻ? ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അന്നയുടെ സ്വരം അവിടെ ഉയർന്നു. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് കടന്നു. ഇതേ സമയം അങ്ങ് തമിഴ്നാട്ടിൽ. എടാ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നാട്ടിലേക്ക് പോകുന്നതല്ലേ അതിൻ്റെ ഒരിത്. പെങ്ങള് കൊച്ചിനെ കണ്ട് മാസം കുറേ ആയി. അരവിന്ദ് കുസൃതി ചിരിയോടെ പറഞ്ഞതും കാർത്തിയും ക്രിസ്റ്റിയും ഇന്ദ്രനുമൊക്കെ അവനെ കൂർപ്പിച്ച് നോക്കി. എന്താ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നത്?
ആദിമോളും സാൻവിയുമൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരിമാർ തന്നെയാണ്. അതിനല്ലെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ അരവിക്കുട്ടാ. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ ഈ ചാട്ടം അത് ആദിമോളോടുള്ള സ്നേഹം ഒടുങ്ങുന്നതുകൊണ്ടൊന്നും അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ദ്രൻ അവനെ കളിയാക്കി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അരവി അവരോട് കെറിവിച്ച് മാറി നിന്നു. അത് കണ്ടതും കാർത്തിയും കൂട്ടുകാരും അന്തം വിട്ടവൻ്റെ പുതിയ ഭാവങ്ങളും രീതികളുമൊക്കെ നോക്കി കാണുകയാണ്. ഇവൻ എന്താളിയാ, പ്രേമം കൂടി ഭ്രാന്തായിപ്പോയോ? അവൻ്റെ ആ കളികളൊക്കെ കണ്ടതും ക്രിസ്റ്റി കാർത്തിയുടെ കാതിലായി ചോദിച്ചു. അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ പ്രണയമായ അവൻ്റെ പാതിയുടെ മുഖം തെളിഞ്ഞു വന്നു. ആ തെളിമയുള്ള മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു.